കുർബാന കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ അവിടുത്തെ കോൺവെൻറ്റിലെ സിസ്റ്റർ എന്നോട് ചോദിച്ചു, തങ്കച്ചേട്ടാ, ഞങ്ങളുടെ കോൺവെൻറ്റിൽ ഒരു ഒറ്റ തേങ്ങ പോലും ഇല്ല, ഒരു 2-3 തെങ്ങ കയറി തേങ്ങ ഇട്ട് തരാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സിസ്റ്ററെ, 3 തെങ്ങ പോയിട്ട് ഒരു തെങ്ങ പോലും കയറാനുള്ള ആരോഗ്യം എനിക്കില്ല, ഞാൻ നാളെ വരാമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ വീട്ടിലോട്ട് ചെന്നു. വീട്ടിൽ ചെന്ന് കാപ്പി കുടിക്കേണ്ട സമയമായപ്പം എൻ്റെ ജീവിത പങ്കാളി ചേന പുഴുങ്ങിയത് എടുത്തുകൊണ്ട് വന്ന് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. ഞാൻ വീട്ടിൽ നിന്ന് ചാടി ഇറങ്ങി, എവിടെയെങ്കിലും പണിക്ക് വന്നാണ് ചാടി മുറ്റത്തോട്ട് ഇറങ്ങി. എൻ്റെ ചെവിയുടെ പിന്നിൽ നിന്നൊരു സ്വരം ഞാൻ കേൾക്കുക, മോനെ തങ്കച്ച, നീ ഇന്ന് ഏത് വീട്ടിൽ ചെന്നേലും നിനക്ക് ഈ ചേന പുഴുങ്ങിയത് മാത്രമേ കിട്ടുകയുള്ളൂ. ഞാൻ അവിടെ 5 മിനിറ്റ് നേരം 2-3 മിനിറ്റ് നേരം നിന്ന് എൻ്റെ ഒരു സിനിമയിൽ എന്ന കണക്ക് ഓരോ വീടുകളും ഒരു 50 വീടുകളിലെങ്കിലും ഞാൻ പണിയാൻ പോകുന്ന ഓരോ വീടുകളും ഒരു സിനിമയിൽ എന്ന കണക്ക് ഒരേ പറമ്പ് എൻ്റെ മുന്നിലൂടെ ആ സമയത്ത് കടന്നു പോവുക. അപ്പം ഞാൻ നോക്കിയപ്പം ഒരൊറ്റ പറമ്പ് പോലും ചേനയില്ലാത്ത ഒരൊറ്റ പറമ്പ് പോലും ഇല്ല. എല്ലാ പറമ്പിലും കുട പോലെ ഇങ്ങനെ ചേന നിൽക്കുന്നു. അപ്പം എനിക്ക് മനസ്സിലായി, നീ ഏത് വീട്ടിൽ ചെന്നാലും ചേന പുഴുങ്ങിയതോ കിട്ടുവോളെന്നല്ലേ പറഞ്ഞേ, അതൊരു മെസ്സേജ് ആണല്ലോ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഇന്ന് ഒരു വീട്ടിലും പണിക്ക് പോകണ്ട, കോൺവെൻറ്റിലേക്ക് പണിക്ക് പോകാം. കോൺവെൻറ്റിലെ പറമ്പിൽ അന്ന് വരെ ഞാൻ ചേന കണ്ടിട്ടില്ല. ഞാൻ കോൺവെൻറ്റിലേക്ക് പണിയാൻ ചെല്ലുവാണ്. ആ സിസ്റ്ററെ, ഞാൻ ഏതായാലും നിങ്ങൾക്ക് തേങ്ങ ഒട്ടും ഇല്ലല്ലോ, നമുക്കിങ്ങനെ തേങ്ങ ഇട്ടേക്കാം. ഓ, തങ്കച്ചൻ രാവിലെ എന്നാ ബുദ്ധിമുട്ടായിരുന്നു, എന്നാ വിഷമമായിരുന്നു. ഞാൻ പറയേണ്ട നമ്മുടെ മനസ്സിൻ്റെ ശരീരത്തിൻ്റെയൊക്കെ ആ വിഷമമൊക്കെ എടുത്ത് മാറ്റാൻ കർത്താവിന് എന്നാ സമയമുണ്ട്. ഇന്ന് എല്ലാം കൊണ്ടും എൻ്റെ വീട്ടിൽ അനുകൂലമായൊരു സാഹചര്യമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പണിക്ക് വന്നേ. ഉടനെ സിസ്റ്റർ എന്നോട് ഇപ്രകാരം പറയാണ്, തങ്കച്ച, ഞങ്ങളുടെ കോൺവെൻറ്റിലും ഇന്ന് എല്ലാം കൊണ്ടും അനുകൂലമാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ വീട്ടിലും അനുകൂലമാണ്, കോൺവെൻറ്റിലും അനുകൂലമാണെങ്കിൽ ചേന പുഴുങ്ങി വെച്ചിട്ടില്ലെന്നാണ് എനിക്ക് ഉറപ്പായി. ഞാൻ സിസ്റ്ററോട് പറഞ്ഞ്, സിസ്റ്റർ തേങ്ങ ഇട്ടേക്കാം. സിസ്റ്റർ പറഞ്ഞു, തങ്കച്ച, 5 മിനിറ്റ് താമസമുണ്ട്, കാപ്പി കുടിച്ചിട്ട് പോകാം. 5 മിനിറ്റ് താമസമുള്ളൂ, ചമ്മന്തി അരയ്ക്കുന്ന താമസമുള്ളൂ. അപ്പം ഞാൻ ചേരുമ്പടി ചേർത്ത് നോക്കി, ചമ്മന്തിയും ചേനയും ചേരിയല. അപ്പം ചേനയില്ലെന്ന് എനിക്ക് ഒന്നും കൂടെ ഉറപ്പ് കിട്ടി. ഏതായാലും ഞാൻ പറഞ്ഞു, സിസ്റ്ററെ, 5 അല്ല 10 മിനിറ്റ് വേണേലും എടുത്തു, പയ്യെ ചമ്മന്തി അരച്ചുകൊണ്ട് വന്നാൽ മതി. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പലഹാരം ദോശയാണ്. ഈ ദോശ ചമ്മന്തി കൂട്ടി കഴിക്കുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമാണ്. അപ്പം ഞാൻ പറഞ്ഞു, 10 മിനിറ്റ് വേണേലും എടുത്തു, പയ്യെ ചമ്മന്തിയൊക്കെ അരച്ചുകൊണ്ട് വന്നാൽ മതി. 5 മിനിറ്റ് കഴിച്ചപ്പം വലത് കൈയിൽ ഒരു പ്ലേറ്റ് ചേന പുഴുകിയതും ഇടത് കൈയിൽ കാന്താരിമുളക് അരച്ചതുമായിട്ട് വരുന്നത്. അന്നാണ് ഞാൻ മനസ്സിലാക്കിയത്, ഞങ്ങളുടെ ഹൈറേഞ്ചിൻ്റെ ആ സിസ്റ്റം മൂവാറ്റുപുഴക്കാരിയാണ്. ഹൈറേഞ്ചിൻ്റെ രീതി അനുസരിച്ച് ചമ്മന്തി എന്ന് പറയുന്ന ഈ ദോശയ്ക്ക് കഴിക്കുന്ന സാധനമാണ്. മറ്റേ ഞങ്ങൾ കാന്താരിമുളക് അരയ്ക്കുന്നതാണ് പറയുന്നത്, കാന്താരിമുളക്. ഏതായാലും കാന്താരിമുളക് അരയ്ക്കുന്ന താമസമുള്ളതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ സമയത്ത് തന്നെ അവിടുന്ന് തലവേദനയോ എന്നെങ്കിലും അഭിനയിച്ച് ഞാൻ ഇറങ്ങിയനെ. അന്ന് ആ ചേന പുഴുങ്ങി നിർത്തിന്നിട്ട് ഞാൻ വീട്ടിൽ ചെന്നു. പിറ്റേ ദിവസം നോയമ്പ് തുടങ്ങുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, നോമ്പുകാലമാണ് നമ്മുടെ ജീവിതത്തിൽ നവീകരണം വരുത്തേണ്ടത്, ഏറ്റവും നവീകരണം വരുത്തേണ്ട കാലം. നോമ്പുകാലത്ത് എനിക്കൊരു സ്വഭാവമുണ്ട്, ഒരു പ്രത്യേകതയുണ്ട്. നോമ്പുകാലത്ത് എല്ലാ ദിവസവും 50 ദിവസം കുരിശിൻ്റെ വഴി ചെല്ലുന്ന ഒരു സ്വഭാവം എല്ലാ വർഷവും എനിക്കുണ്ട്. വികാരിച്ചനോട് പറഞ്ഞു, അച്ഛാ, ഈ 50 ദിവസം ഞാൻ കുരിശിൻ്റെ വഴി ധ്യാനിക്കാൻ പോവാ, പള്ളി വന്ന് അച്ഛൻ അനുവാദം തരണം. അച്ഛൻ പറഞ്ഞു, തങ്കച്ചൻ 50 ദിവസം കുരിശിൻ്റെ വഴി ധ്യാനിച്ചു. ഞാൻ കുരിശിൻ്റെ വഴി ധ്യാനിക്കും. 14 സ്ഥലമാണ് കുരിശിൻ്റെ വഴി. പ്രിയപ്പെട്ട ദൈവമക്കളെ, കുരിശിൻ്റെ വഴി വലിയ ശക്തിയുള്ള പ്രാർത്ഥനയാണ് കേട്ടോ. 14 സ്ഥലത്തും 14 നിയോഗങ്ങൾ വെച്ചാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഒരു സ്ഥലത്ത് ഞാൻ പ്രാർത്ഥിക്കും, ഈശോയെ എനിക്കൊരു വിശുദ്ധനാകണം. വേറെ സ്ഥലത്ത് ഞാൻ പ്രാർത്ഥിക്കും, ഈശോയെ ഞാനൊരു പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുക, ആ പുസ്തകത്തിന് അഭിഷേകം ഉണ്ടാകണം. വേറെ സ്ഥലത്ത് ഞാൻ പ്രാർത്ഥിക്കും, ഈശോയെ ഈ ചേമ്പും ചേനയും വലിയൊരു പ്രശ്നമാണ്, ഇത് പരിഹരിക്കാനുള്ള ക്രമം എനിക്ക് തരണം. 49 ദിവസം അല്ല 50 ദിവസം ഞാൻ ഇപ്രകാരം പ്രാർത്ഥിച്ചു. 51-ാമത്തെ ദിവസം എന്നെ കാഞ്ഞിരപ്പള്ളി ഭാഗത്തൊരു കോൺവെന്റിലേക്ക് ക്ലാസ് എടുക്കാനായിട്ട് വിളിച്ചു. 6 മണിക്ക് ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞ് 9 മണിക്ക് ക്ലാസ് തീരുവുള്ളൂ. ഞാനവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ സിസ്റ്റർ എന്നോട് പറഞ്ഞ്, തങ്കച്ച, 6 മണിക്ക് ക്ലാസ് കയറി കഴിഞ്ഞ് 9 മണിക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ, അതുകൊണ്ടൊരു കാര്യം ചെയ്യണം, നമുക്ക് കാപ്പി കുടിച്ചിട്ട് അങ്ങ് പോയേ പോരെ. ഞാൻ പറഞ്ഞ്, ശരിയാ സിസ്റ്ററെ, കാപ്പി കുടിച്ചിട്ട് പോയാൽ മതി. 5 മിനിറ്റ് കഴിഞ്ഞപ്പം സിസ്റ്റർ ഒരു പ്ലേറ്റ് ചേന പുഴുങ്ങിയതും, സിസ്റ്ററിൻ്റെ വലത് കൈയിൽ ഒരു പ്ലേറ്റ് ചേന പുഴുങ്ങിയതും, ഇടത് കൈയിൽ പഴംപൊരി, ഏത്തയ്ക്കാപ്പൊളി എന്ന് പറയും, പഴംപൊടിയായിട്ട് വരുന്നു. അപ്പം ഞാൻ ഈശോട് കുരിശിൻ്റെ വഴി, അവിടെ കുരിശിൻ്റെ വഴി സ്ഥാനങ്ങൾ ഫോട്ടോ വെച്ചിട്ടുണ്ട്, ഞാൻ ആ കുരിശിൻ്റെ വഴി സ്ഥാനത്തേക്ക് നോക്കി ഈശോട് ചോദ്യം ചോദിച്ചു, ഈശോയെ 1-2 ദിവസമല്ല 50 ദിവസമായി ഈ ചേനയും ചേമ്പും പരിഹരിക്കാനുള്ള കർമ്മയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചത്. 51-ാമത്തെ ദിവസം തന്നെ ഈ ചേന എനിക്ക് തരണമായിരുന്നോ? ഈശോ എന്നോടൊരു വാക്കവിടെ പറയുവാണ്, മോനെ, അത് പരിഹരിക്കാനുള്ള കർമ്മ നിനക്ക് തന്നിരിക്കുന്നു. അപ്പോഴാണ് എനിക്കൊരു പ്രാർത്ഥനയുടെ അർത്ഥം മനസ്സിലായത്. പ്രാർത്ഥനയിൽ കുരിശിൻ്റെ വഴി ഒരു ശൈലിയാണ്, അത് പരിഹരിക്കാനുള്ള കർമ്മ എനിക്ക് തരണമേ. മോനെ, നിനക്കത് പരിഹരിക്കാനുള്ള കർമ്മ തന്നിട്ടുണ്ട്. അവിടെ വെച്ച് ഞാനൊരു മാറ്റം, ഒരു തീരുമാനമെടുത്തു. ഈശോയെ, ഈ നിമിഷം ഈശോയ്ക്ക് എൻ്റെ വാക്ക് തരുന്നു, ആ സിസ്റ്ററിൻ്റെ വലതു കയ്യിലിരിക്കുന്ന ചേന പുഴുങ്ങിയത് മൊത്തം തിന്നു കഴിഞ്ഞിട്ടോ, ഏറ്റവും ഇഷ്ടമുള്ള പലഹാരമാണ് പഴംപൊരി കേട്ടോ. എനിക്കിഷ്ടമുള്ള പഴംപൊരിയിലേക്ക് നോക്കുക പോലും ചെയ്യണം ഈശോയ്ക്ക് വാക്ക് കൊടുത്തു. ആ സിസ്റ്റർ 2 മേശപ്പുറത്തോണ്ട് വെച്ച് ഞാൻ ആ പഴംപൊരിയിലോട്ട് നോക്കാതെ പയ്യെ പഴംപൊരി അങ്ങ് തട്ടി മാറ്റി വെച്ചു. ആ ചേന പുഴുങ്ങിയത് തിന്നാൻ തുടങ്ങി. പ്രിയപ്പെട്ട ദൈവമക്കളെ, ആ ചേന പുഴുങ്ങിയതിൻ്റെ രുചി എനിക്ക് നിങ്ങളോട് വിവരിക്കാൻ വാക്കുകളില്ല കേട്ടോ. കാരണം ആ ചേന പുഴുങ്ങിയതും
മറ്റേ എൻ്റെ ഇടവകയിൽ നിന്ന് കോൺവെൻറ്റിൽ നിന്ന് തേന പിടുങ്ങി നിന്ന് ഒരു മാറ്റമേ ഉള്ളൂ. ഈ ചേന പിടുങ്ങിൻ്റെ മുകളിൽ കുറേ തേങ്ങാപ്പീര് കിടക്കുന്നുള്ള ഒറ്റ മാറ്റമേ ഉള്ളൂ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇപ്പം ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കട്ടെ, ആർക്കാ മാറ്റം വന്നത്? ആ ചേന പൊടുങ്ങിയത് എനിക്ക് രുചിയായിട്ട് തോന്നുമെങ്കിൽ ആർക്കാണ് മാറ്റം വന്നത്? ചേന പൊടുങ്ങിയനാണോ മാറ്റം വന്നത്? എനിക്കാണോ മാറ്റം വന്നത്? എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, അത്ഭുതങ്ങളുടെ കാര്യമാണ്. എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നില്ല എന്ന ചോദ്യത്തിന് ഉത്തരവായിട്ടാണ് ഈ പറയുന്നത്. നമ്മുടെ ദൈവത്തിൽ അത്ഭുതം പ്രവർത്തിക്കാൻ ഒന്നാമത്തെ കാരണം, മാറ്റം വരുത്തേണ്ടത് നമ്മുടെ ജീവിതത്തിൽ നമ്മളാണ്. ജീവിത പങ്കാളിയോ മക്കളോ വികാരിയച്ഛനോ നാട്ടുകാരോ ഇടവക്കാരോ അല്ല. അവർ മാറ്റം വരുത്തി കഴിയുമ്പോഴല്ല നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കുന്നതിൽ എന്നിൽ മാറ്റം വരുത്തുമ്പോഴാണ് പ്രിയപ്പെട്ട മക്കളെ ഇതിൻ്റെ പൂർണ്ണതയിലേക്ക് നമുക്ക് കടന്നു വരാം. അങ്ങനെ ഒരു ദിവസം എൻ്റെ ഇടവകയിൽ ഒരു ധ്യാനം നടന്നുകൊണ്ടിരിക്കുക. ഇടവകയിലെ ധ്യാനഗുരു പറയുവാണ്, നിങ്ങൾ ഈ പരിശുദ്ധ കുർബാനയിലൊക്കെ പങ്കെടുക്കുമ്പം ഇതിനകത്ത് സമാധാനം ആശംസിക്കുന്ന ഒരു ഭാഗമുണ്ട്. ആ സമാധാനം ആശംസിക്കുന്ന ഭാഗം വരുമ്പം നിങ്ങൾ ഇടത്തും വലത്തും നിൽക്കുന്ന ആളുടെ മുഖത്തോട്ട് നോക്കി ചിരിച്ചുകൊണ്ടെന്ന് സമാധാനം ആശംസിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി എനിക്ക് വിശുദ്ധനാകണമെന്നുള്ള ആഗ്രഹമുണ്ടെന്ന് ഞാൻ ചിന്തിച്ചു. അച്ഛൻ പറഞ്ഞ അതേപോലെ എനിക്ക് തന്നെ അനുസരിച്ചേക്കാം. ഞാൻ വലതുവശത്ത് നിൽക്കുന്ന ആളുടെ മുഖത്തോട്ട് നോക്കി ചിരിച്ചുകൊണ്ടെന്ന് സമാധാനം കൊടുത്തു. അദ്ദേഹം എനിക്ക് ചിരിച്ചുകൊണ്ട് സമാധാനം ആശംസിച്ചു. ഇടതുവശത്ത് നിൽക്കുന്ന ആളുടെ മുഖത്തോട്ട് നോക്കി ചിരിക്കാൻ നോക്കിയപ്പം അതൊരു ചേമ്പായിരുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾക്ക് മനസ്സിലായോ? വലതുവശത്തിരിക്കുന്ന ആൾ ഞാൻ സ്നേഹിക്കുന്ന ആൾക്കാർ, എനിക്ക് ഇഷ്ടമുള്ള ആൾ, ആ ആളുടെ മുഖത്ത് നോക്കി എനിക്ക് ചിരിക്കാൻ സാധിച്ചെങ്കിൽ ഇടതുവശത്ത് ഞാൻ സമാധാനം കൊടുത്ത മനുഷ്യൻ, എനിക്ക് കാണരുതാത്ത ഒരു മനുഷ്യൻ, ഞാൻ വെറുക്കപ്പെടുന്ന ഒരു മനുഷ്യനാണ്, ആ മനുഷ്യൻ്റെ മുഖത്ത് നോക്കി ചിരിക്കാൻ എനിക്ക് സാധിച്ചില്ല. ഇവിടെയാണ് ഈശോയുടെ ജീവിതം നമ്മൾ പഠിക്കേണ്ടത്. ഈശോയെ യൂദാസ് ഒറ്റിക്കൊടുക്കുമെന്നറിഞ്ഞിട്ടും എല്ലാ ഈശോയ്ക്ക് അറിയുന്ന സ്നേഹിത എന്ന യൂദാസ് ഈശോയെ സംബോധന. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ പല ആൾക്കാരെ നമ്മൾ മാറ്റി നിർത്തുന്നുള്ള സത്യം ഞാൻ ഈ ഒരു സംഭവത്തിലെ മനസ്സിലാക്കി. മുണ്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്തൊരു വചന പ്രവർത്തനം എന്ന്. അപ്പം ഞാൻ ഈ ചെമ്പിൻ്റെയും ചേനയുടെയും കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ഓരോ ആൾക്കാരുടെ മുഖത്തോട്ട് നോക്കിക്കൊണ്ടാണ് പറയുന്നത്. ഒരു ചേച്ചിയുടെ മുഖത്തോട്ട് നോക്കിക്കൊണ്ട് ഞാൻ ഇപ്രകാരം പറഞ്ഞു, പ്രിയപ്പെട്ട ചേച്ചിമാരെ, നിങ്ങളുടെയൊക്കെ ജീവിത പങ്കാളികളിലൊക്കെ മാറ്റങ്ങൾ വരുന്നില്ലെങ്കിൽ, നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ജീവിത പങ്കാളി ഒരുപക്ഷെ ചേമ്പും ചേനയും പോലെ കണ്ടതുകൊണ്ടാണ്. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിയോ. ഞാൻ പറയുന്നു, നിങ്ങളൊരു 30 ദിവസം ഒന്ന് പരീക്ഷിച്ച് നോക്കിയോ. നിങ്ങളുടെ ഭർത്താവിനെ ചേമ്പും ചേനയും പോലെ കാണാതെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യനെ ചേമ്പും ചേനയും പോലെ കാണാതെ ദോശയും പഴംപൊരിയും പോലെ എന്ന് പറഞ്ഞ് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഒന്ന് സ്നേഹിച്ച് നോക്കിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കുമെന്ന് പറഞ്ഞ് 30 ദിവസം കഴിഞ്ഞപ്പം ഒരു ചേച്ചി എന്നെ വിളിച്ച് ഇപ്രകാരം പറഞ്ഞു, തങ്കച്ചൻ ബ്രദറെ പറഞ്ഞ് ഞാൻ പരീക്ഷിച്ച് നോക്കി, എൻ്റെ ജീവിത പങ്കാളി എൻ്റെ അടുത്തോട്ട് വരുന്നത് പോലും എനിക്ക് ഇഷ്ടമില്ലെന്ന്. കാരണം ഇദ്ദേഹം ബന്ധപ്പെടാൻ വരുമ്പോഴേ ഈ മദ്യത്തിൻ്റെയും ഈ പുകവലിയുടെയൊക്കെ നാറ്റം എനിക്കത് സഹിക്കാൻ പോലും പറ്റിയല്ല. ഇദ്ദേഹത്തെ ചേമ്പ് പോലെയാണ് ഞാൻ കണ്ടിരുന്നത്. തങ്കച്ചൻ ബ്രദർ പറഞ്ഞതനുസരിച്ച് ഞാൻ ചേനയും പഴംപൊരിയും പോലെ അദ്ദേഹത്തെ സ്നേഹിക്കാൻ തുടങ്ങി. ഒരു അത്ഭുതം ബ്രദറിനോട് പറയാൻ വേണ്ടിയാണ്. വളരെയേറെ സ്ഥലത്ത് ധ്യാനത്തിന് കൊണ്ടുപോയി, മദ്യപാനം മാറ്റാൻ കൊണ്ടുപോയി, ചികിത്സയ്ക്ക് കൊണ്ടുപോയി, എന്നും മാറ്റം വരുത്താത്ത ആ മനുഷ്യൻ ഇപ്പം മദ്യപിച്ചിട്ട് 30 ദിവസമായെന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം വരുത്താത്തത് എന്നൊരു ഒന്നാമത്തെ കാരണം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ വരാത്തതുകൊണ്ടാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ ഓർക്കുന്നു പല ആൾക്കാരും എന്നോട് ഫോൺ വിളിച്ച് പറയുന്നൊരു കാര്യമുണ്ട്, തങ്കച്ചേട്ടൻ ഈശോയോട് പ്രാർത്ഥിച്ചാൽ ഞങ്ങൾക്ക് കാര്യം സാധിച്ചു കിട്ടുമെന്ന് ഉറപ്പുണ്ട്, ഈ ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ പല ആൾക്കാരും എന്നോട് പ്രാർത്ഥനാ സഹായം പറയാറുള്ളത് കൊണ്ട് ഞാൻ പലരോടും പറഞ്ഞ് പ്രാർത്ഥിച്ചോളാം, പ്രാർത്ഥിക്കാമെന്ന് പറയും. എന്നിട്ട് പ്രാർത്ഥിക്കും കേട്ടോ. അത് ഒരു ദിവസം ഞാൻ തെങ്ങുകയറ്റ തൊഴിലായിരുന്നു. ഞാൻ തെങ്ങിൻ്റെ മണ്ടയിലിരിക്കുമ്പോഴാണ് ഒരമ്മച്ചി എന്നോട് പ്രാർത്ഥനാ സഹായം പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അമ്മച്ചി പ്രാർത്ഥനാ സഹായം പറയാൻ വേണ്ടി അമ്മച്ചി വിളിച്ചു കഴിഞ്ഞ ഒരു പ്രത്യേകതയുണ്ട്. ഏറ്റവും കുറഞ്ഞത് മോനെ എനിക്കൊരു പനിയാണെന്ന് പറയണമെങ്കിൽ ഈ അമ്മച്ചി 1 മണിക്കൂർ കൊണ്ട് അത് പറഞ്ഞു തീർക്കുള്ളൂ. ഇതൊരു വലിയൊരു ബുദ്ധിമുട്ടാണ് എനിക്ക് മനസ്സിലായി. ഈ ഫോൺ എടുത്തു കഴിഞ്ഞാൽ അമ്മച്ചി പ്രശ്നക്കാരിയാണ്. അതുകൊണ്ടൊരു കാര്യം ചെയ്യാം. അതുതന്നെയല്ല, തെങ്ങിൻ്റെ മുകൾ മൊത്തം നീറ് കടി കൊണ്ട് മടുത്തിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മച്ചി ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ താഴെ ഇറങ്ങിക്കഴിഞ്ഞ് അമ്മച്ചി കാര്യങ്ങൾ പറഞ്ഞാൽ മതി. ഉടനെ അമ്മച്ചി പറയുക, അങ്ങനെയല്ലടാ മോനെ, നീ അവിടെ ഇരുന്നങ്ങ് പ്രാർത്ഥിക്കണം, അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന പെട്ടെന്ന് സ്വർഗത്തിലെത്തും എന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതൊക്കെ നമ്മുടെ ചില തെറ്റിദ്ധാരണകളാണ്. മുകളിൽ കയറിയിരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, തെങ്ങിൻ്റെ മുകളിലിരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ പ്രാർത്ഥന പെട്ടെന്ന് സ്വർഗത്തിലെത്തും. പ്രാർത്ഥനയുടെ മാനദണ്ഡം എന്നാ, ഭൂമിയും ആകാശം തമ്മിലുള്ള അകലമല്ല കേട്ടോ. തെങ്ങിൻ്റെ മണ്ടയിൽ ഏതായാലും ഞാൻ അമ്മച്ചിയുടെ ആഗ്രഹം സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിച്ചു, അമ്മച്ചിയുടെ കാര്യം സാധിച്ചു. അമ്മച്ചി ഇപ്പോഴും ചിന്തിക്കുന്നത് എന്നതാ, തെങ്ങിൻ്റെ മണ്ടയിലിരുന്നുകൊണ്ട് പ്രാർത്ഥിച്ചിട്ടാ
എൻ്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടെന്ന് അമ്മച്ചി പറയുന്നത്. അന്ന് എനിക്ക് എൻ്റെ മനസ്സിൻ്റെ ഒരു ആഗ്രഹം തോന്നി, എൻ്റെ കർത്താവേ, ഈ അമ്മച്ചി പറയുന്നതെങ്ങാനും അമ്മച്ചി എൻ്റെ കാര്യങ്ങൾ സാധിച്ചെന്നപ്പോൾ ഞാൻ ചിന്തിച്ചു, ഈ അമ്മച്ചി പറയുന്നതെങ്ങാനും ശരിയാണെങ്കിൽ വിമാനത്തെ കയറി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? എൻ്റെ ഈശോയെ, എനിക്ക് വിമാനത്തെ കയറാൻ നീ എനിക്ക് അവസരം തരണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഏതായാലും ഈ അമ്മച്ചി പറഞ്ഞത് പരീക്ഷിച്ച് നോക്കാനായിട്ട് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു കേട്ടോ, എനിക്കൊരു വിശുദ്ധ നാട് സന്ദർശിക്കണം എന്നുള്ളത്. അതിനുള്ള സാമ്പത്തികം എനിക്കില്ല. ഞാൻ കഷ്ടിച്ച് ഈ തെങ്ങേ കയറി അന്നു വേണ്ടുന്ന ആ കാര്യങ്ങൾ മാത്രം നടന്നു പോകുന്നു ഇങ്ങനെ. ഒരിക്കലും ഞാൻ എൻ്റെ ഒരു പ്രാർത്ഥന കൂട്ടായ്മയുണ്ട്. ആ കൂട്ടായ്മയിൽ ചെന്ന് ഞാൻ ഇപ്രകാരം പറഞ്ഞു, എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് എനിക്കൊരു വിശുദ്ധ നാട് സന്ദർശിക്കണം. ഉടനെ ഞാൻ വിശുദ്ധ നാടിൽ പോകും കട്ടായം പറഞ്ഞു. ഉടനെ അവരെല്ലാവരും കൂടെ പ്രാർത്ഥനാ ഗ്രൂപ്പ് അംഗങ്ങളെല്ലാം കൂടെ എന്നെ ബലമായിട്ട് പിടിച്ച് വികാരിയച്ഛൻ്റെ മുറിയിലേക്ക് കയറ്റിയിട്ട് പറഞ്ഞ്, ഈ പുള്ളിക്ക് സുഖമില്ലെന്നാണെന്ന് ഈ പുള്ളി പറയുന്നു, വിശുദ്ധ നാടിൽ പോകുമെന്ന് പറഞ്ഞു. ഏതായാലും അച്ഛൻ ഇപ്രകാരം പറഞ്ഞു, എനിക്കൊരു ആശ്വാസം വരുന്ന വാക്കച്ഛൻ പറഞ്ഞത്, നിങ്ങൾ അവനെ കളിയാക്കുമൊന്നും വേണ്ട, നിങ്ങൾ അവൻ്റെ ഇപ്പോഴത്തെ സ്ഥിതിയൊന്നും നോക്കണ്ട, ഈ തങ്കച്ചനെ ആരെങ്കിലും ഒരാൾ സ്പോൺസർ ചെയ്താൽ മതി, ഈ തങ്കച്ചനെ വിശുദ്ധാണ്ട് പോകാനുള്ള സാഹചര്യം കിട്ടുമെന്ന് പറഞ്ഞു. എനിക്കത് ആശ്വാസമായി. അപ്പോൾ എന്നോട് പല ആൾക്കാരും ഈ പ്രാർത്ഥനാ സഹായം പറയാറുണ്ട്. വ്യക്തി എന്നോട് പ്രാർത്ഥനാ സഹായം പറഞ്ഞ എൻ്റെ ഇടയ്ക്ക് ആ വ്യക്തി ഇപ്രകാരം പറഞ്ഞു, തങ്കച്ചൻ ചേട്ടാ, ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച വിശുദ്ധനാടിന് പോകട്ടെ, എന്നെ അനുഭവമായിരുന്നു. ഞാൻ പെട്ടെന്ന് ഇപ്രകാരം പറഞ്ഞു, അയ്യോ, നിങ്ങൾ വിശുദ്ധനാടിന് പോയോ? എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് എനിക്ക് വിശുദ്ധനാട് പോകണം എന്നുള്ളത്. ഉടനെ ആ വ്യക്തി പറയാം, തങ്കച്ചൻ ചേട്ടാ, വിശുദ്ധനാട് പോകാൻ എന്നാ പൈസ വേണം? വിദേശത്തെ ജോലിയുള്ള ആളാണ്, ഒരു 85,000 രൂപ പോരെ? അത് ഞാൻ തരാം. അത് ഞാൻ സ്പോൺസർ ചെയ്തിരിക്കുന്നു. ഞാൻ പറഞ്ഞത്, ആ വർഷങ്ങൾക്ക് മുമ്പ് എന്നെ ഒരാൾ അപമാനിച്ച് പറഞ്ഞെങ്കിൽ, അതെ, എനിക്ക് വിശുദ്ധനാടിന് വളരെ സാധ്യത കിട്ടി. അന്ന് ഞാൻ ഫ്ലൈറ്റിലിരുന്ന് ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു കേട്ടോ. ഈ അമ്മച്ചി പറയുന്നത് ശരിയാണോ എന്നറിയാനായിട്ട് ഫ്ലൈറ്റിലിരുന്ന് ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ റിസൾട്ടിനെ കുറിച്ച് പറയാൻ സമയം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല, സാഹചര്യം കിട്ടുമെന്ന് എനിക്കതില്ല. എങ്കിലും നമ്മളിപ്പോൾ നമ്മുടെ വിഷയം അതല്ലല്ലോ പ്രിയപ്പെട്ട ദൈവമക്കളെ. നമ്മുടെ പ്രാർത്ഥനകൾ എല്ലാം ദൈവം കേൾക്കുന്നുണ്ട്. ആ പ്രാർത്ഥനയ്ക്ക് എനിക്ക് അനുസൃതമായ ഒരു ജീവിതം നയിക്കുക എന്നുള്ളതാണ് ഇവിടെ എൻ്റെ ഞാൻ പറഞ്ഞില്ലേ, ഏറ്റവും വലിയൊരു ആഗ്രഹം. അന്നും ഇന്നും ഒരു വിശുദ്ധനാകണം എന്നുള്ള ഒരു ചിന്ത മാത്രമേ ഉള്ളൂ എനിക്ക്. എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, വിശുദ്ധ ജീവിതം നയിക്കുന്ന ആളാണ്. ആ ആൾ എന്നോട് പറയും, തങ്കച്ചേട്ടാ, ആ ആളിനോട് ഒരിക്കലും ഞാൻ ചെന്ന് പറഞ്ഞ്, സഹോദരൻ ഏതായാലും വിശുദ്ധനാകും. സഹോദരൻ വിശുദ്ധനായാലും ഒരു പ്രത്യേകതയുണ്ട്. തങ്കച്ചൻ ചേട്ടാ, തെങ്ങുകയറ്റക്കാർക്ക് മാത്രം ഇതുവരെ വിശുദ്ധൻ ഉണ്ടായിട്ടില്ല. തങ്കഞ്ചേട്ടൻ വിശുദ്ധനാകുവാണെങ്കിൽ തെങ്ങുകയറ്റക്കാരുടെ മധ്യസ്ഥനാകുമെന്ന് ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു. അത് എന്നിൽ സന്തോഷവും തോന്നി, സങ്കടവും തോന്നി. സന്തോഷം തോന്നാൻ കാരണം എന്നാണെന്നറിയാവോ? ഞാൻ വിശുദ്ധനായില്ലേലും തങ്കഞ്ചേട്ടൻ വിശുദ്ധനാകുമെന്ന് പറഞ്ഞത് എനിക്കൊരു സന്തോഷം വന്ന്. സങ്കടം തോന്നാൻ കാരണം എന്നാണെന്നറിയാവോ? തെങ്ങുകയറ്റക്കാർക്ക് മാത്രം ഇതൊരു വിശുദ്ധൻ ഉണ്ടായിട്ടില്ല. അന്ന് വൈകുന്നേരം ഞാൻ ഈശോയുടെ ഒന്ന് സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു, ഈശോയെ, തെങ്ങുകയറ്റക്കാർക്ക് മാത്രം ഇതൊരു വിശുദ്ധൻ ഉണ്ടായിട്ടില്ലല്ലോ. ഇപ്രകാരം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളിലൊരു സ്വരം വരുവാണ്, മോനെ തങ്കച്ച, നീ നിൻ്റെ മേശപ്പുറത്തിരിക്കുന്ന പുസ്തകം എടുത്തിട്ട് ആദ്യം തുറന്ന് കിട്ടുന്ന ഭാഗം അങ്ങ് വായിക്കാനാണ് പറഞ്ഞത്. എൻ്റെ മേശപ്പുറത്തിരുന്ന പുസ്തകം വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറി ആയിരുന്നു. ആ ഫൗസ്റ്റീനയുടെ ഡയറി ഞാൻ തുറന്നു കഴിഞ്ഞപ്പോഴേ ഞാൻ അതിൻ്റെ അകത്ത് കാണുന്ന ഭാഗം ഇതാണ്. ഫൗസ്റ്റീന ഒരിക്കൽ ഈശോയോട് കരഞ്ഞുകൊണ്ട് ഇപ്രകാരം പ്രാർത്ഥിക്കുവാണ്, ഈശോയെ, എല്ലാ സഭാ സ്ഥാപകർക്കും വിശുദ്ധരുണ്ട്, ഞങ്ങളുടെ സഭയ്ക്ക് മാത്രം ഇതുവരെ ഒരു വിശുദ്ധ ഉണ്ടായിട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഫൗസ്റ്റീന പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈശോ ഫൗസ്റ്റീനയ്ക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറയുവാണ്, കരയേണ്ട, ആ വിശുദ്ധ നീ തന്നെ. കാലം തെളിയിച്ചു കേട്ടോ, ഫൗസ്റ്റീന ഒരു വിശുദ്ധയായി. ഞാനിത് പറയാൻ കാരണം, ഈ വിശുദ്ധിയൊന്നും നമുക്ക് അസാധ്യമായ കാര്യങ്ങളല്ല പ്രിയപ്പെട്ടത്. നമ്മളെ കേരളത്തിലത്തെ പ്രഥമ വിശുദ്ധ അൽഫോൻസ നമ്മളെപ്പോഴൊക്കെ തന്നെ കപ്പയും കഞ്ഞിയും കഴിച്ച ഒരു വ്യക്തിയാണ്. ഞാൻ പറഞ്ഞത്, വിശുദ്ധർക്ക് നമുക്കെല്ലാം വിശുദ്ധരാകാൻ സാധിക്കും. വ്യത്യസ്ത രീതിയിലാകട്ടോ, നട്ടിടത്ത് പുഷ്പിക്കുക എന്നുള്ള ഒരു തത്വം ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ. ഞാനിങ്ങനെ എല്ലായിടത്തും ഇന്ന് ക്ലാസ് എടുക്കുമ്പോഴൊക്കെ ഞാൻ മറ്റ് സഭകളും ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ട്. ഒരു യാക്കോബിറ്റ് സഭയിൽ ക്ലാസ് എടുക്കാൻ ചെന്നപ്പോൾ എനിക്ക് വൈദികനാകാൻ പറ്റിയാത്ത സങ്കടം പറഞ്ഞു കഴിഞ്ഞപ്പോഴേ, ഈ ക്ലാസ് കഴിഞ്ഞപ്പോഴേ ഒരു ചേച്ചി എൻ്റെ അടുത്ത് വന്നുകൊണ്ട് പറഞ്ഞു, ബ്രദറെ, വൈദികനാകാത്തതിൽ ബ്രദർ വിഷമിക്കണ്ട, ബ്രദർ ഒരു കാര്യം ചെയ്യ്, വിവാഹം കഴിച്ചാലും കുഴപ്പമില്ല, ഞങ്ങളുടെ സഭയിലേക്ക് പോര്, അവിടെ വിവാഹം കഴിച്ചവർക്കും വൈദികനാകാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, എൻ്റെ ദൗത്യം വൈദികനാകുക എന്നുള്ളതല്ല, വിശുദ്ധനാകുക എന്നാണ് അതിന് മറ്റൊരർത്ഥം കൂടെ ഉണ്ട് കേട്ടോ. സ്വർഗത്തിൽ പോവുക, അത് നമ്മൾ ചിന്തിച്ചേ, വിശുദ്ധനാകാത്ത സ്വർഗത്തിൽ പോകാൻ പറ്റിയില്ല, വിശുദ്ധർക്കോ സ്വർഗത്തിൽ പോകാൻ പറ്റുള്ളൂ. അവിടുന്ന് ആ ക്ലാസ് കഴിഞ്ഞപ്പോഴേ അവിടുത്തെ അച്ഛൻ എന്നോട് പറഞ്ഞ്, തങ്കച്ചൻ ചേട്ടാ, ഒരു മാർപ്പാപ്പയുടെ കുശിനിക്കാരൻ വിശുദ്ധനായിട്ടുണ്ട്, പക്ഷേ മാർപ്പാപ്പ വിശുദ്ധനായിട്ടില്ല.
പ്രിയപ്പെട്ട ദൈവങ്ങളെ, നമ്മുടെ ജീവിതാന്തസ് ഏത് ജീവിതാന്തസ്സായാലും ഒരിക്കൽ ഞാനൊരു കൂട്ടായ്മയിൽ ക്ലാസ് എടുത്തിറങ്ങിയപ്പോൾ ഒരു ചേച്ചി ഓടി വന്ന് എൻ്റെ അടുത്തോണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എന്ത് ചെയ്യാൻ ബ്രദറെ, എനിക്കൊരു വിശുദ്ധിയാകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഞാൻ കല്യാണം കഴിച്ചു പോയി. പ്രിയപ്പെട്ട ദൈവമക്കളെ, കല്യാണം കഴിക്കുന്നത് പോലും വിശുദ്ധിക്ക് തടസ്സമാണെന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ ഈ കാലഘട്ടങ്ങളിൽ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് വിശുദ്ധി സാധിക്കും. തീർച്ചയായിട്ടും നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ, നമുക്ക് വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പ അല്ലെ മദർ തെരേസ, ഇവരുടെയൊക്കെ മാതാപിതാക്കന്മാർ വൈദികനോ അച്ഛനോ ആയിരുന്നെങ്കിൽ ഇന്ന് ഈ വിശുദ്ധരെ നമുക്ക് കിട്ടുമായിരുന്നോ? അതൊന്നും നോക്കണ്ട, നമ്മുടെ വിശുദ്ധ കൊച്ചറേസ്യയെ മാത്രം നോക്ക്. വിശുദ്ധ കൊച്ചറേസ്യയുടെ അപ്പൻ അദ്ദേഹം വിശുദ്ധ വൈദികനാകാൻ ആഗ്രഹിച്ചാണ്, അമ്മ കന്യാസ്ത്രീ ആകാൻ ആഗ്രഹിച്ചതാണ്. രണ്ടുപേരുടെയും ജീവിതത്തിൽ ആഗ്രഹം സാധിച്ചില്ല. ആ ഒരു കുടുംബം എത്ര വിശുദ്ധർക്കാണ് ജന്മം നൽകിയ മഹാപ്രേക്ഷിതയായ ഒരു വേദപാരംഗതയായ കൊച്ചറേസ്യ ഉൾപ്പെടെ പല വിശുദ്ധരെയും ആ കുടുംബത്തിൽ നിന്നുണ്ടായി. നമുക്കറിയാമല്ലോ, നമ്മുടെ ജീവിതാന്തസ് ഏത് തന്നെ ആയാലും നമ്മുടെ ആ ജീവിതാന്തസ് അനുസരിച്ച് നമ്മുടെ ജീവിതം മുന്നോട്ട് പോയാൽ നമുക്ക് വിശുദ്ധനാകാൻ സാധിക്കും. ഞാൻ ഈ പ്രഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ വിശുദ്ധനാകണം. എന്ത് ചെയ്യണം? ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്, എൻ്റെ പേര് 5-ാമത്തെ സുവിശേഷം എന്നാണ്. 4 സുവിശേഷങ്ങളാണ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. ഈ 4 സുവിശേഷങ്ങളിൽ നിന്ന് ശക്തി സ്വീകരിച്ചുകൊണ്ട് 5-ാമതൊരു സുവിശേഷമായിട്ട് മാറുമ്പോഴാണ് ഞാനും നിങ്ങളും പ്രിയപ്പെട്ട ദൈവമക്കളെ വിശുദ്ധരായിട്ട് മാറുന്നത്. ഞാനൊരു സംഭവം പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നു. ഞാൻ വിശുദ്ധനാകണമെങ്കിൽ, അല്ലെ ഞാനൊരു സുവിശേഷമാണ്. ഒരിക്കൽ ഒരു കോൺവെൻറ്റിൽ പ്രസംഗിച്ചാൽ ചെന്നപ്പം ആ കോൺവെൻറ്റിലെ ശിക്ഷനോട് പറയാം, തങ്കച്ചൻ ചേട്ടൻ ഈ കുർബാനയെക്കുറിച്ച് പ്രസംഗിച്ച് നടന്നേ പോരാ, തങ്കച്ചൻ ചേട്ടൻ ഒരു കുർബാനയായിട്ട് മാറണം. എങ്ങനെയാണ് കുർബാനയായിട്ട് മാറുന്നത്? എങ്ങനെയാണ് അത്? ഞാൻ പറഞ്ഞു, ശരി സിസ്റ്റർ, ഞാൻ കുർബാനയായിട്ട് മാറാം. ഉടനെ സിസ്റ്ററിനോട് പറയുക, തങ്കച്ചൻ ചേട്ടൻ ഒരു ക്രിസ്തുവായിട്ട് മാറണം. എനിക്ക് സന്തോഷം തോന്നി, ഇതുവരെ ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ഒരു വിശുദ്ധനാകാനാണ്, പക്ഷേ ക്രിസ്തുവായിട്ട് മാറണം. ഞാൻ സിസ്റ്ററോട് പെട്ടെന്നൊരു ആവേശത്തെ ചാടി പറഞ്ഞു, ശരി സിസ്റ്റർ, ഞാൻ ക്രിസ്തുവായിട്ട് മാറാം. അന്നൊരു വ്യാഴാഴ്ചയായിരുന്നു. പിറ്റേ ദിവസം വെള്ളിയാഴ്ച പള്ളിയിൽ കുരിശിൻ്റെ വഴി നടന്നുകൊണ്ടിരിക്കുക. കുരിശിൻ്റെ വഴി പ്രാർത്ഥന ഇപ്പം ഞാനീ പറഞ്ഞ കാര്യങ്ങൾ ഉത്തരം എനിക്ക് കിട്ടി. കുരിശിൻ്റെ വഴി പ്രാർത്ഥനയിൽ 10-ാം സ്ഥലത്ത് ഇപ്രകാരം ഒരു പ്രാർത്ഥനയുണ്ട്: രക്തത്തിൽ ഒട്ടിപ്പിടിച്ച വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ദുസ്സഹമായ വേദന അനുഭവിച്ച ഈശോയെ, എന്നിലെ പാപം നിറഞ്ഞ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി ഒരു പുതിയ മനുഷ്യനെ ധരിക്കുവാനും മറ്റൊരു ക്രിസ്തുവായിട്ട് ജീവിക്കാനും എന്നെ അനുഗ്രഹിക്കണമേ. അതേ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു ക്രിസ്തുവായിട്ട് ജീവിക്കാനുള്ള ഒരു കൃപയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ആ ഒരു അവസരമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഒരു സുവിശേഷമായിട്ട് ജീവിക്കാനുള്ള കൃപയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഒരു കുർബാനയായിട്ട് മാറാനുള്ള കൃപയാണ് നമുക്ക് കിട്ടുന്നത്. എങ്ങനെ ഇനി ഞാൻ ക്രിസ്തുവായിട്ട് മാറും? ഒരു കുർബാനയായിട്ട്. നമുക്കറിയാവോ, 2-ാം ക്രിസ്തു എന്നറിയപ്പെടുന്ന ഒരു വിശുദ്ധനുണ്ട്, വിശുദ്ധ ഫ്രാൻസിസ് അസീസി 2-ാം ക്രിസ്തു ആണെങ്കിൽ ആ ഒരു വിളിയൊക്കെ തന്നെയാണ് പ്രിയപ്പെട്ട മക്കളെ നമ്മളെപ്പോണക്കുള്ള ഈ സാധാരണ മനുഷ്യർക്കും കിട്ടുന്ന വിശുദ്ധ ജീവിതം അകലെയല്ല, അപ്രാപ്യമല്ല എന്ന് അറിയിക്കാൻ വേണ്ടി ഞാൻ ഈ കാര്യം സൂചിപ്പിച്ചെന്നുള്ളൂ. ഇനി എങ്ങനെ ഞാനൊരു വിശുദ്ധനായിട്ട് ഒരു ക്രിസ്തുവായിട്ട് മാറും, അതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ പ്രസംഗിക്കുന്ന വചനവും ഞാൻ ജീവിക്കുന്ന വചനവും ഒന്നാകുമ്പോഴാണ് ഞാൻ എൻ്റെ ക്രിസ്തുവായിട്ട് മാറുന്നത്. നിങ്ങളുടെ മുമ്പിൽ ഞാൻ പങ്കുവെച്ചത് മൊത്തം എൻ്റെ ജീവിത അനുഭവങ്ങളാണ്, അറിവുകളല്ല കേട്ടോ, അനുഭവങ്ങളാണ് പങ്കുവെച്ചത്. അതെ, ഈ ഒരു അനുഭവത്തിലേക്ക് കടന്നു വരുമ്പോഴേ ഞാൻ ഓർക്കുന്നു, ഒരു സ്ഥലത്ത് വചനപ്രഭാഷണം കഴിഞ്ഞ് ഞാൻ കട്ടപ്പനയ്ക്ക് യാത്ര പുറപ്പെടുമ്പോഴേ ശക്തമായ മഴക്കാലമാണ്. ഞാൻ ബസ്സിൽ കയറി. ബസ്സിൻ്റെ ഷട്ടറുകളെല്ലാം അടച്ചിട്ടിരിക്കുക, ഒരു ഷട്ടർ മാത്രം തുറന്നിരിക്കുക. അവിടെ ഒരു മദ്യപാനിയായൊരു മനുഷ്യനായിരിക്കുന്നത്. ആ മനുഷ്യൻ ആ ഷട്ടർ അടച്ചില്ലെങ്കിൽ എൻ്റെ മേത്തോട്ട് വെള്ളം വീണു. ആ മനുഷ്യനോട് ഞാൻ പറഞ്ഞു, സഹോദരാ, ഈ ഷട്ടർ ഒന്ന് അടയ്ക്കാവോ എന്ന് ചോദിച്ചു. ഉടനെ സഹോദരൻ പറയുവാണ്, എനിക്കിങ്ങനെ ഇരിക്കുന്നതാണ് താല്പര്യം. അപ്പോൾ ഞാൻ ഓർത്ത്, തങ്കച്ചൻ അന്ന് 3 വേദിയിലും പ്രസംഗിച്ച ഒരു വചനമുണ്ട്: നിങ്ങൾ സ്വന്തം താല്പര്യം മാത്രം നോക്കിയേ പോരാ, മറ്റുള്ളവരുടെ താല്പര്യവും പരിഗണിക്കണം. യേശു ക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ആയിരക്കണക്കിന് ആളുകളോട് 3 വേദികളിൽ ഞാൻ പറഞ്ഞ ഒരു വചനമാണ്: നിങ്ങൾ സ്വന്തം താല്പര്യം മാത്രം നോക്കിയേ പോരാ, മറ്റുള്ളവരുടെ താല്പര്യവും പരിഗണിക്കണം. യേശു ക്രിസ്തുവിനുണ്ടായിരുന്ന മനോഭാവം നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. സഹോദര, ഷട്ടറും താത്തിടാവോ? അദ്ദേഹം പറയുവാണ്, എനിക്കിങ്ങനെ ഇരിക്കുന്നതാണ് താല്പര്യം. ഞാൻ അന്ന് പ്രസംഗിച്ച വചനവും എൻ്റെ ജീവിതം ഒന്നാകണമെങ്കിൽ ഈ മനുഷ്യൻ്റെ താല്പര്യം പരിഗണിക്കേണ്ടതല്ലേ? ഒന്ന് ചിന്തിച്ച് നോക്കിയേ. അപ്പം ഞാൻ ചിന്തിച്ചു, ഞാനിങ്ങനെ പറഞ്ഞു പോയല്ലോ, അതുകൊണ്ട് ഈ കാറ്റും മഴയും സഹിച്ച് ഇവിടെ ഇരിക്കാം. എങ്കിലും എൻ്റെ മുഖത്തോട്ട് ശക്തമായി കാറ്റടിച്ച് എൻ്റെ മുഖത്ത് വെള്ളം വീണപ്പോൾ ഞാൻ പെട്ടെന്ന് ദയനീയ ഭാവത്തോടെ എൻ്റെ മുഖം തിരിച്ചു. ഞാൻ മുഖം തിരിക്കുന്നത് കണ്ടക്ടറുടെ മുഖത്തോട്ടായിപ്പോൾ എൻ്റെ നോട്ടം. കണ്ടക്ടർ എൻ്റെ ദയനീയ ഭാവം കണ്ടിട്ട് പറഞ്ഞു, ആ ഷട്ടർ അങ്ങ് താത്തിടാൻ പറഞ്ഞു. എനിക്ക് സന്തോഷമായി. നമ്മൾ കേട്ടിട്ടുണ്ട്, അനുസരണം ബലിയാൽക്കള ശ്രേഷ്ഠമാണ്. അപ്പോൾ ഞാൻ ആ വചനം എൻ്റെ അനുകൂലമായിട്ട് എടുത്തെന്നുള്ളൂ കേട്ടോ. നമ്മൾ വചനം വ്യാഖ്യാനിക്കുന്നത് നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമുക്ക് ഏത് വചനം നമുക്ക് അനുകൂലമായിട്ട് വേണേൽ എടുക്കാം.
അപ്പം ഞാനിത് എനിക്ക് അനുകൂലമായിട്ട് എടുത്തുകൊണ്ട് ഞാൻ ചിന്തിച്ചു, ഓ ബസ് അനുസരിക്കേണ്ടത് കണ്ടക്ടറെ ആണല്ലോ, ഈ യാത്രക്കാരനെയല്ലോ. ഞാൻ ആ ഷട്ടർ അങ്ങ് താത്തിട്ടു. ആ കണ്ടക്ടർ അങ്ങ് മാറിക്കഴിഞ്ഞപ്പോഴേ ഈ മനുഷ്യൻ വീണ്ടും ആ ഷട്ടർ അങ്ങ് പൊക്കി. അപ്പം വീണ്ടും എന്നെ മനസ്സിലേക്ക് മറ്റേ വചനം കടന്നു വരുന്നു, സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ, മറ്റുള്ളവരുടെ താല്പര്യവും പരിഗണിക്കണം. യേശു ക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളുണ്ടായിരിക്കട്ടെ. അപ്പം ഞാൻ ചിന്തിച്ചു, ഒരു കാര്യം ചെയ്യാം, എനിക്ക് ജലദോഷം വെച്ചിട്ട് ശാരീരിക പ്രശ്നങ്ങളുണ്ട്, എനിക്കിപ്പം മറ്റൊരു സീറ്റ് തരണം. പറഞ്ഞ് തീരും മുമ്പേ, പ്രാർത്ഥിച്ച് തീരും മുമ്പേ എൻ്റെ തൊട്ട് മുമ്പിൽ നിന്ന് സീറ്റ് എന്നൊരാളെ ഏറ്റുപോയി. ഞാൻ ആ സീറ്റിലോട്ട് ചെന്നിരുന്നു. അവിടെ ഒരു അത്ഭുതം നടക്കുവാണ്. ഞാൻ ആ സീറ്റിലോട്ട് ചെന്നിരിക്കുകയും ആ സീറ്റായിരുന്ന ആ മനുഷ്യൻ ഷട്ടർ പൂക്കുകയും കൂടെ ചെയ്ത് ഒരുമിച്ചായിരുന്നു. അപ്പം ഞാൻ കേട്ടിട്ടുണ്ട്, പടയെ പേടിച്ച് പന്തളത്ത് ചെന്നോ പന്തം കൊളുത്തി പട ഇങ്ങോട്ട്. അപ്പം ഞാൻ ചിന്തിച്ചു, സ്വന്തം താല്പര്യം മാത്രം നോക്കിയേ പോരാ, മറ്റുള്ളവരുടെ താല്പര്യവും പരിഗണിക്കണം. ആ മനുഷ്യൻ ഷട്ടർ പൊക്കി എന്തിനാണെന്നറിയാവോ? ആ മനുഷ്യൻ ഇംഗ്ലീഷ് പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുക. മഴ അല്പം ശാന്തമായി. അപ്പം വെളിച്ചം കിട്ടാൻ വേണ്ടി അദ്ദേഹം ഷട്ടർ പൊക്കിയതാണ്. ഏതായാലും ഞാനും ആ മനുഷ്യനോട് സംസാരിക്കാൻ തുടങ്ങി. എവിടെ പോയതാ? ഞാൻ പറഞ്ഞു, ഞാൻ പ്രസംഗിക്കാൻ പോയതാ. എവിടെയൊക്കെയാണ് പ്രസംഗിക്കാൻ പോയത്? ഞാൻ പ്രസംഗിക്കാൻ പോയ സ്ഥലങ്ങളൊക്കെ പറഞ്ഞ്. എന്നാത്തിനെക്കുറിച്ചാണ് പ്രസംഗിക്കുന്നത്? ഞാൻ പറഞ്ഞ പരിശുദ്ധ കുർബാനയെക്കുറിച്ചാണ് ഞാൻ പ്രസംഗിക്കുന്നത്. അച്ഛന്മാർ വല്ലവരും കൂടെ ഉണ്ടോ? ഞാൻ പറഞ്ഞു, എൻ്റെ കൂടെ അച്ഛന്മാരാരും ഇല്ല. എന്നാ ചെയ്യുന്നു? ഞാൻ പറഞ്ഞ് തെങ്ങേ കയറുന്ന താൻ എന്നാടോ പരിശുദ്ധ കുർബാനയെക്കുറിച്ച് പ്രസംഗിക്കുന്നവരുടെ ചോദ്യം അച്ഛൻ എന്നോട് ചോദിച്ചു. ഉള്ളിൽ പരിശുദ്ധാത്മാവ് പറയുവാണ്, ഈ മനുഷ്യനോട് പരിശുദ്ധ കുർബാന എന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ പറയുവാണ്. ആ ബസ്സിൽ നിന്ന് 2 മണിക്കൂർ ഈ മനുഷ്യനുമായിട്ട് ഞാൻ വചനം പ്രസംഗിക്കുവാണ്. ഈ പരിശുദ്ധ കുർബാനയുടെ ശക്തി ഞാൻ എന്താണെന്ന് ഇതോദർ പറഞ്ഞു കൊടുക്കുക. ഇദ്ദേഹം വളരെ ശ്രദ്ധാപൂർവം, എനിക്ക് കിട്ടിയൊരു വലിയൊരു സംഭവമാണ് കേട്ടോ. ഇദ്ദേഹം വളരെ ശ്രദ്ധാപൂർവം ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്നു. കട്ടപ്പന അടുക്കാറായപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞ്, ബ്രദറിൻ്റെ നമ്പരൊന്ന് തരാവോ? എൻ്റെ നമ്പർ തരാമെന്ന് ചോദിച്ചപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, സാറിന് എന്നാ സാറേ പരിപാടി? അദ്ദേഹം എന്നോട് പറയുവാണ്, പൊന്നു മകനെ, ഞാനൊരു പുരോഹിതനാടാ. അതെ പ്രിയപ്പെട്ട ദൈവമക്കളെ, മാർപ്പാപ്പായെ കുരിശ് വരയ്ക്കാൻ പഠിപ്പിച്ചെന്ന് പറഞ്ഞ ഉണക്ക് 15 വർഷം സെമിനാരി പഠിച്ച ഒരു മനുഷ്യനോട് പരിശുദ്ധ കുർബാന എന്താണെന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സാധ്യത എനിക്ക് കിട്ടി. അദ്ദേഹം പാൻറ്റ് ഷർട്ട് വിട്ടേക്കുന്നതുകൊണ്ട് ഇത് വൈദികനാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞു, സാറിൻ്റെയൊക്കെ ജീവിതത്തിലെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും ആ കാസായാലും പീലാസായാലും സാറങ്ങ് സമർപ്പിക്കണം.